ഇഡ്ഡലിക്കും ദോശക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന തേങ്ങ ചേർക്കാതെയുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നുള്ളത്. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി അല്ലി, 2 ഉണക്കമുളക്, എരിവുള്ളത് തന്നെയാണ് കേട്ടോ, കാശ്മീരി അല്ല. പിന്നെ ഒരു പീസ് സവോള, ഇത്രയും നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. തേങ്ങയ്ക്ക് പകരം നമ്മൾ ഇവിടെ പൊട്ടുകടല ചേർത്തിട്ടാണ് ചട്നി ഉണ്ടാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കുറച്ചുകൂടി വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം. ആ ചീനച്ചട്ടിയിൽ തന്നെയുള്ള വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് താളിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് താളിച്ച് നമുക്ക് ഈ ചട്നിയിൽ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഇഡ്ഡലി ദോശയൊന്നും പതിവില്ല, നേരിയ ദോശ തന്നെയല്ല എനിക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പച്ചരിയും തേങ്ങയും മാത്രം അരച്ച് രാവിലെ തന്നെ അരച്ച് ചുടുന്ന ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.